2025 സുസുക്കി പുറത്തിറക്കിയ ആക്സസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുറച്ച് മാറ്റങ്ങളോട് കൂടിയാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഫുഡ് പെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ഇതിന്റെ ഫോട്ടോ കാണുമ്പോൾ വലിയ ചേഞ്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ വണ്ടി ഡയറക്റ്റ് ഞാൻ ഷോറൂമിൽ പോയി കണ്ടപ്പോൾ അത്യാവശ്യം ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഡിസൈനിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ മാറ്റങ്ങളാണ് ഡിസൈനിൽ വന്നിട്ടുള്ളത് നോക്കി നോക്കാം. ഫസ്റ്റിന് നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് മുന്നത്തെ വേർഷനിലേക്കാൾ ഒന്നുകൂടി ചെറുതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു കോപ്പർ ബീഡിങ് അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. കവർ ഹാൻഡിലിന്റെ മുകളിൽ തന്നെ ഒരു കോപ്പർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. മുന്നേ ഒരു സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിംഗിൾ യൂണിറ്റ് ആണ് വരുന്നത്. ഇനി അതിന്റെ താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് എസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 3Dയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ താഴെ ഒരു DRL കൊടുത്തിട്ടുണ്ട്. പണ്ട് DRL ഒരു ഇൻഡിക്കേറ്ററിനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻഡിക്കേറ്റർ പഴയ വണ്ടിയേക്കാളും ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലെ ബോഡിയിലേക്ക് നോക്കിയാൽ മുന്നത്തേക്കാൾ ഡിസൈനിൽ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മുന്നേ സെൻറ്ററിൽ ഒരു പോർഷനും സൈഡിൽ ഒരു ഒറ്റ പോർഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് രണ്ട് പോർഷൻ തന്നെയാണ്, പക്ഷേ അപ്പറും ലോവറും പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലെ പീസൊക്കെ പണ്ട് മെറ്റലിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ലോവർ പോർഷൻ മാത്രമാണ് മെറ്റൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മഡ് ഗാർഡും മെറ്റലാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് തോന്നുന്നു വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മെറ്റൽ കുറച്ച് ഒഴിവാക്കിയിട്ട് ഫൈബർ അത് പ്ലാസ്റ്റിക് കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു 12 ഇഞ്ചിന്റെ അലോയ് വീലോട് കൂടിയിട്ടുള്ള ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്കോട് കൂടിയിട്ടാണ് വരുന്നത്. അതുകൂടാതെ തന്നെ കോമ്പിനേഷൻ ബ്രേക്കും വരുന്നുണ്ട്. അതായത് ബാക്ക് ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും നമ്മളൊരു കോമ്പിനേഷൻ കൂടിയിട്ടുള്ള ബ്രേക്ക് സിസ്റ്റം വരുന്നത്. അതൊക്കെ മുന്നത്തെ വണ്ടിയിലും ഏകദേശം സെയിം തന്നെയായിരുന്നു. അവിടെ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഐ ഗ്രീൻ എന്ന് പറയുന്ന കളർ വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. മുന്നത്തെ ഐ ഗ്രീനിലൊക്കെ വരുന്ന ഒരു ഡ്യുവൽ കളറോട് കൂടിയിട്ടാണ് വരുന്നത്. അതായത് വൈറ്റും ഈ ഒരു ഗ്രീനും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ സിംഗിൾ കളറിലാണ് വരുന്നത്. ഐ ഗ്രീൻ എന്ന് പറയുന്ന കളർ മാത്രമേ വരുന്നുള്ളൂ, വേറെ മിക്സിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇന്നർ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലൊരു കളറാണ് കൊടുത്തില്ല. എനിക്ക് ഒരു ആഷ് കളറൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്ലാക്ക് കളറിലാണ് ബാക്കി എല്ലാ എലമെന്റ്സും വരുന്നത്. അപ്പോൾ അത് കാണാൻ ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു പ്രീമിയം ലുക്കൊക്കെ അവിടെ തരുന്നുണ്ട്. ഇതിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് എന്ന് 3Dയിൽ എഴുതിയിട്ടുണ്ട്. മുന്നത്തെ ഡിസൈനിലൊക്കെ 3Dയിൽ തന്നെ വരുന്നത്. അത് ഇവിടെ തന്നെ തുടർന്നിട്ടുണ്ട്. അത്യാവശ്യം പ്രീമിയം ഫീലൊക്കെ തരുന്നുണ്ട്. ആ സീറ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രൗൺ കളർ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. സീറ്റ് ഹൈറ്റിന്റെ ഭാഗത്ത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സുസുക്കി പറയുന്നത് സീറ്റിന്റെ ലെങ്ത് പഴയതിനൊക്കെ കുറച്ച് കുറവാണെന്ന് പറയുന്നത്. ബാക്കിലൊക്കെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു അലുമിനിയം ഫൂട്രസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി വണ്ടിയുടെ ടെയിൽ സെക്ഷനിലേക്ക് വരുമ്പോൾ ഹയാബൂസയുടെ ഒരു ടെയിൽ സെക്ഷൻ ആണെന്നാണ് പറയുന്നത്. അതായത് ഡിസൈനിന് എടുത്തിട്ടുള്ള ഒരു ടെയിൽ സെക്ഷൻ ആണെന്ന് പറഞ്ഞത്. മുമ്പത്തേക്കാളും ഒന്ന് ചെറുതാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹയാബൂസയുടെ ബാക്ക് സൈഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ ടെയിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് LED ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഒതുങ്ങി ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബാക്ക് ഭാഗം. അതുപോലെ ഈ വീലിലേക്കൊക്കെ നോക്കിയാൽ 10 ഇഞ്ചിന്റെ ഒരു അലോയിലോട് കൂടിയിട്ടുള്ള ടയറാണ് വരുന്നത്. കോമ്പിനേഷൻ ബ്രേക്കാണ്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ്, ഡിസ്ക് വരുന്നില്ല. അതുപോലെ തന്നെ ബാക്കിൽ ഒരു നോർമൽ ഗ്രാബ് റീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലൊന്നും വലിയ പുതുമയൊന്നും ഫീൽ ചെയ്തില്ല. അതുപോലെ ക്രോം മഫ്ലർ കൊടുത്തിട്ടുണ്ട്. അതും മുന്നത്തെ ഡിസൈനിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഡിസൈൻ വൈസായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്റീരിയർ ഭാഗത്ത്, അതായത് മീറ്ററിന്റെ ഒരു ഭാഗത്തേക്ക് കുറച്ച് നോക്കാം. അവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ സ്വിച്ചസും അതുപോലെ തന്നെ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിന്റെ ഒരു ഇന്റർഗ്രേറ്റഡ് സെൽഫ് സ്വിച്ചാണ് വരുന്നത്. അതായത് ഒരു എഞ്ചിൻ സ്വിച്ചും ഒരു സെൽഫ് സ്വിച്ചോടും കൂടിയിട്ടാണ് വരുന്നത്. അതിന്റെ താഴെ ഒരു അസാഡിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മുന്നത്തെ വണ്ടിയിൽ അസാഡൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് ആദ്യം ലോ ബീമും ഹൈ ബീമിന്റെ സ്വിച്ചാണ് വരുന്നത്. അതും ഒരു ഇന്റർഗ്രേറ്റഡ് സ്വിച്ചാണ്. അതിലൊരു പാസ് സ്വിച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മുന്നത്തെ വണ്ടിയിലും അത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു താഴെ ഇൻഡിക്കേറ്ററും അതിന്റെ താഴെ ഹോണും. ഇത്രയാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി മീറ്ററിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വണ്ടിയിൽ ഉണ്ടാകുന്ന അതേ ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണിക്കും. ആവറേജ് മൈലേജ് കിട്ടും, എത്ര കിലോമീറ്റർ ഇനി പെട്രോൾ വെച്ച് ഓടാൻ കഴിയും എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം വരുന്ന ഒരു മീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലുക്സ് അടിപൊളിയാണ്. അത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലുക്ക് ഉണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ആ ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ അത് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കീ സെറ്റിന്റെ ഭാഗത്തേക്കൊക്കെ നോക്കാം. കീ സെറ്റിൽ വലിയൊരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. മുന്നത്തെ അതേപോലെ തന്നെയാണ്. പക്ഷേ പെട്രോളിന്റെ ഓപ്പണിംഗ് കൂടി ഇവിടെ കീ സെറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മുന്നേ പെട്രോൾ എന്ന് പറയുന്നത് പുറത്തായിരുന്നു. പുറത്ത് നമ്മൾ ബാക്കിൽ വന്നിട്ട് തന്നെ കീ ഓപ്പറേറ്റ് ചെയ്തിട്ട് വേണം തുറക്കാൻ. ഇപ്പോൾ അത് ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കീ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഒന്ന് പുഷ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ പെട്രോൾ ടാങ്കിൻ്റെ ഇത് ഓപ്പൺ ആവും. ഇതൊരു ഡോറ് പോലെയാണ് തുറക്കുന്നത്. പല വണ്ടികളിലും കണ്ടിട്ടുള്ളത് ജസ്റ്റ് ഇത് തുറന്നു കഴിഞ്ഞാൽ മേലേക്കൊക്കെ ആയിട്ട് പോകുന്ന പോലെയാണ്. പക്ഷെ ഇതൊരു ഡോറ് പോലെ സൈഡിലേക്ക് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊരു വെറൈറ്റി ആയിട്ട് തന്നെ തോന്നി. അതായത് ഇനി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓപ്പൺ ആയി കൊടുത്താൽ പമ്പുകാരനെ അടിക്കും. അതൊരു നല്ലൊരു മാറ്റമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഫ്രണ്ടിൽ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ കവറൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുന്നത്തെ വണ്ടിയിൽ നിന്ന് ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ഗ്ലോ ബോക്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. പണ്ട് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് മൊബൈൽ ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സോക്കറ്റ് മേലെയാണ്. അതിൻ്റെ താഴെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഗ്ലോ ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് സൈഡിൽ 2 റിഫ്ലക്ടറും വെച്ചിട്ടുണ്ട്. അതും ഒരു നല്ല ഫീച്ചറായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. സീറ്റിൻ്റെ ഉള്ളിലുള്ള സ്പേസിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. 24 ലിറ്ററാണ് ഇപ്പോൾ ഉള്ളിൽ സ്പേസ് വരുന്നത്. കുറച്ച് മാറ്റം, ഒരു 4 ലിറ്ററിൻ്റെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വരുന്നുണ്ട്. ക്രോം ഫിനിഷിംഗ് ഉള്ള ഗ്ലാസും വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ എഞ്ചിനിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 6.2 കിലോ വാട്ടിൻ്റെയും
10.2 ന്യൂട്ടൺ മീറ്ററും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. 125 cc ഏറ്റവും പവർഫുള്ളായ എഞ്ചിനൊന്നും പറയുന്നില്ല. ഇത് നോർമൽ എല്ലാ വണ്ടികളും കാണുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ആക്സസിലുള്ളത്. ഇനി മൈലേജിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ കമ്പനി പഴയ വണ്ടിയൊക്കെ കൂടുതൽ മൈലേജ് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു 55-നും 60-നും ഇടയിൽ മൈലേജ് ഒക്കെ നല്ലപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ റോട്ടിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. മുന്നത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സെൽഫ് സ്വിച്ച് കൊടുക്കുമ്പോൾ സെൽഫ് ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലാഗ് ഉണ്ടായിരുന്നു. കുറച്ച് ടൈം പിടിക്കും വണ്ടി ഒന്ന് സ്റ്റാർട്ടായി വരാൻ. ഇപ്പോൾ ആ ലാഗും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സിമ്പിളാണ്. പഴയ വണ്ടിയൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. ചെറിയൊരു സൗണ്ടോട് കൂടിയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. സൈലൻസ് സ്റ്റാർട്ടൊന്നുമല്ല, വൺ വേ ക്ലച്ച് എന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം നല്ലൊരു മാറ്റമായിട്ട് തന്നെ തോന്നുന്നു. മുന്നത്തെ വണ്ടി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ചേഞ്ച് ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. മൊത്തം 5 കളറിലാണ് നമുക്കിപ്പോൾ ഈ വണ്ടി അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ 3 വേരിയൻസും ഉണ്ട്. അതായത് ബേസ് വേരിയൻറ്റും ഒരു മിഡ് വേരിയൻറ്റും പിന്നെ നമ്മുടെ അടുത്തുള്ള ഈ ടോപ്പ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് അത് ഡ്രം ആയിട്ട് വരുന്ന വണ്ടി, അതിലാകുമ്പോൾ ഡിജിറ്റൽ മീറ്റർ ഉണ്ടായിരിക്കില്ല, ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരിക്കില്ല. അത് നോർമലായിട്ടുള്ള ആ ഒരു വണ്ടിക്ക് വരുന്ന റേറ്റ് വരുന്നത് 1,08,000 രൂപയാണ്. ഇനി ഇതിൻ്റെ ലിമിറ്റഡ് എഡിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1,15,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ടോപ്പിൻ്റെ അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഈ വണ്ടിക്ക് 1,21,000 നമ്മുടെ ഇവിടുത്തെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടി ഇപ്പോൾ നമ്മുടെ വളാഞ്ചേരി സുസുക്കിയുടെ മങ്കാട്ടിൽ മോട്ടോഴ്സിൽ അവൈലബിൾ ആണ്. ബുക്കിങ്ങിനും ടെസ്റ്റ് റൈഡിനും ബാക്കിയുള്ള ഡീറ്റെയിൽസിനും വേണ്ടി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഫിനാൻസ് സൗകര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. കുറഞ്ഞതൊരു 5,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ സാധിക്കും. അത് കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ 0% ഇൻട്രസ്റ്റ് സ്കീമിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബിഗ് ബൈ.